KTUVC നിയമനവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ദിവസമായി സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നമൊക്കെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. എന്തായാലും ഈ VC നിയമനത്തിൽ ഗവർണർക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. കാരണം ഈ VC നിയമനം ചട്ടവിരുദ്ധവും ഏകപക്ഷീയവുമാണെന്ന് കാട്ടി ഹർജി നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. മുൻ ഹൈക്കോടതി വിധികൾ സൂചിപ്പിച്ചാകും ഹർജി നൽകുക. ഇന്നോ നാളെയോ ഹർജി നൽകാനാണ് തീരുമാനം. ഗോപാൽ ശീലാസനലാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഗോപാൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഹൈക്കോടതിയിലേക്ക് നീങ്ങാനാണ് സർക്കാരിന്റെ തീരുമാനം. KTUVC നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് ഗവർണർക്കെതിരെ നീങ്ങുമെന്നുള്ള വ്യക്തമായ സൂചനകൾ നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു രമ്യതയിലേക്ക് എത്താൻ, പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമായതോടുകൂടെയാണ് സർക്കാരിന്റെ നീക്കമെന്ന് അറിയുന്നു. അത്തരത്തിൽ നീങ്ങാനുള്ള നിയമോപദേശവും സർക്കാരിന് ലഭിച്ചു, അല്ലേ? അതെ ജിൽസി, രമ്യത എന്നൊരു വാക്ക് ഇവിടെ ഇനി ഉണ്ടാകില്ല. ആ തുറന്ന യുദ്ധം എന്ന നിലപാടിലേക്ക് സർക്കാരും കൂടി കടന്നതോടുകൂടി തന്നെ ഈ സർക്കാർ സർവകലാശാലകളിലെ, പ്രത്യേകിച്ച് സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം വീണ്ടും കോടതി കയറുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇന്നലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ നൽകിയ 3 അംഗ പാനൽ വെട്ടിക്കൊണ്ട് സ്വന്തം നിലയ്ക്ക് ഡോക്ടർ K ശിവപ്രസാദ് എന്ന കുസാറ്റിലെ സീനിയർ ഷിപ്പ് ടെക്നോളജി പ്രൊഫസറെ താൽക്കാലിക ചുമതലക്കാരനായി നിയമിച്ചത്. ഇതിൽ കടുത്ത അതൃപ്തിയായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത്. കാരണം ഈ നിയമനം നടന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാത്രിയിൽ മാധ്യമങ്ങളെ കാണുകയും രൂക്ഷമായ ഭാഷയിൽ, വികലമായ രീതിയിൽ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ പിന്നിൽ നിന്ന് ഗവർണർ കുത്തുന്നു എന്നതടക്കമുള്ള രൂക്ഷമായ ഭാഷയിലായിരുന്നു മന്ത്രി പ്രതികരിച്ചത്. അതിൽ ഒരു വരി മാത്രമാണ്, നിയമ നടപടികൾ ഉണ്ടാകും എന്ന ഒരു വരി മാത്രമാണ് ഇന്നലെ മന്ത്രി സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ അടിയന്തര സ്വഭാവത്തോടു കൂടി തന്നെ ഈ വിഷയത്തിൽ ഗവർണർക്കെതിരെ നിയമപരമായി പോകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നോ നാളെയോ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഹർജി സർക്കാർ നൽകും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ വഴിയാകും ഹൈക്കോടതിയിൽ സർക്കാർ ഹർജി നൽകുക. ഈ ഹർജി പ്രധാനമായും സൂചിപ്പിക്കുക സർക്കാർ നിലപാടിനെ, അല്ലെങ്കിൽ സർക്കാർ പാനൽ വെട്ടി എന്നതിനപ്പുറത്തേക്ക് ഹൈക്കോടതിയുടെ വിധിയെ ഗവർണർ അവഗണിച്ചു, അതിനെ മാനിക്കാതെയുള്ളൊരു പെരുമാറ്റം ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന വിഷയം അടക്കം സൂചിപ്പിച്ചുകൊണ്ടാകും ഇന്ന് അല്ലെങ്കിൽ നാളെ ഹർജി നൽകുക. കാരണം മിനിങ്ങാന്നാണ് ഹൈക്കോടതിയിൽ ഗവർണർ ക്ലാരിഫിക്കേഷൻ ചോദിച്ചുകൊണ്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വ്യക്തത നൽകാതിരിക്കുകയും അതിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. ഇത് പ്രഖ്യാപിതമായി ഗവർണർക്കെതിരായ നിലപാട് അല്ല എങ്കിൽ പോലും ഫലത്തിൽ ഗവർണർക്ക് തിരിച്ചടി എന്ന തരത്തിലേക്കായിരുന്നു അഭിഭാഷകരടക്കം വിലയിരുത്തിയിരുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നലെ ഗവർണർ സ്വന്തം നിലയ്ക്ക് VCയെ നിയമിച്ചത്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ നിലപാട് ഏകപക്ഷീയമാണ്. അതിനോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ വിധിയെപ്പോലും മാനിക്കാതെ ഹൈക്കോടതി തീരുമാനത്തെ മറികടന്നുകൊണ്ടുള്ള സ്വന്തം നിലയ്ക്കുള്ള താല്പര്യം എന്ന നിലയ്ക്ക് ഈ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാകും ഹൈക്കോടതിയിൽ സർക്കാർ നൽകുന്ന ഹർജിയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. ഇതിനോടൊപ്പം തന്നെ ഈ വിധിപ്പകർപ്പ്, അതായത് കഴിഞ്ഞ ദിവസത്തെ വിധിയുടെ പകർപ്പ് സിസ തോമസിൻ്റെതായി മുൻപ് വന്നൊരു വിധിയുണ്ട്. സിസ തോമസിന്റെ വിധിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലർ നിയമനം നടത്തുമ്പോൾ അത് സർക്കാർ പാനലിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്ന ഒരു ചട്ടമുണ്ട്. ആ ചട്ടം പാലിച്ചുകൊണ്ട് സിസ തോമസിന്റെ നിയമനം നടന്നിട്ടില്ല. അതുകൊണ്ട് സിസ തോമസിനെ അയോഗ്യയാക്കുന്നു എന്നതായിരുന്നു അന്നത്തെ ആ നിയമനം. ആ നിയമനത്തിന്റെ വിധിപ്പകർപ്പും അതിനോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയിലെ സ്റ്റാറ്റ്യൂട്ടിൽ ഇതേ കാര്യം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക സർവകലാശാലയിൽ മാത്രമുള്ള ഒരു റൂളാണ്. ആ റൂളും സൂചിപ്പിച്ചുകൊണ്ടാകും ഗവർണർക്കെതിരെ ഹർജി നൽകുക. ഇത് സംബന്ധിച്ച് വിശദമായ നിയമോപദേശം ഇന്നലെ രാത്രി തന്നെ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര സ്വഭാവത്തോടെ ഇന്നോ നാളെയോ ഈ ഹർജി ഹൈക്കോടതിയിൽ നൽകാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറുവശത്ത് സിസ തോമസിന്റെ നിയമനത്തിന്മേലും രൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിന്മേൽ നിയമപരമായി നീങ്ങാൻ നിലവിൽ സാധ്യതകളില്ല എന്ന് പറയുമ്പോഴും സർക്കാരിന് അനഭിമിതയായ ഒരു വ്യക്തിയെ നിയമിച്ചു. നിരവധി യോഗ്യരായവർ ഉണ്ടായിരുന്നിട്ടും സർക്കാരിനെതിരെ ഒരു വെല്ലുവിളി, സർക്കാരിനെതിരെ ഒരു പ്രഹരം എന്ന നിലയ്ക്ക് എന്ന രീതിയിലാണ് സിസ തോമസിന്റെ നിയമനം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന കാര്യങ്ങൾ. പക്ഷെ നിയമപരമായി അതിലേക്ക് നീങ്ങാൻ തൽക്കാലം ആലോചിക്കുന്നില്ല. സാങ്കേതിക സർവകലാശാലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധിക്ക് കാരണം ഗവർണറാണ് എന്ന ഒരു സമീപനത്തിലേക്ക് സർക്കാർ എത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഹർജി കൊടുക്കുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഗവർണർ ഭരണപ്രതിസന്ധി ഉണ്ടാക്കുന്നു, സ്ഥിരം VC നിയമനത്തിന് സഹകരിക്കുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സർക്കാർ നൽകിയൊരു ഹർജി സുപ്രീം കോടതിയിലുണ്ട്. ഈ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഹർജിയിന്മേൽ ഒരു ബലം, ഒരു പിൻബലം എന്ന നിലയ്ക്ക് കൂടി സർക്കാർ ഈ ഹർജിയെ ആലോചിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ വിഷയങ്ങൾ ഒരു മാസത്തോളമായി
സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലർ തന്നെ ഇല്ലാത്ത സ്ഥിതി ഉണ്ടായി. ഏകദേശം 6000-ഓളം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത്തരത്തിൽ നേരത്തെ നൽകിയ ഹർജി, അതായത് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ശക്തമാണ്, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് അടുത്ത സിറ്റിംഗിൽ സുപ്രീം കോടതിയിൽ വാദിക്കാൻ കൂടി ഒരു അവസരം ഉണ്ടാക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഈ നീക്കവുമായി നമ്മൾ കൂട്ടിച്ചേർത്ത് നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ സർക്കാർ പോർമുഖം വീണ്ടും തുറക്കുമ്പോൾ സർക്കാർ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. നിയമനം ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാനാണ്. ഒപ്പം തന്നെ സുപ്രീം കോടതിയിലുള്ള നിലവിൽ നിലനിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു നിയമനം കൂടി ആയുധമാക്കാൻ കഴിയുമെന്ന് കൂടെ സർക്കാർ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത്തരം നീക്കങ്ങൾ ഗവർണറുടെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് ആദ്യമായല്ല ഉണ്ടാകുന്നത്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസവും രൂക്ഷമായി വരികയാണെന്നുള്ളത് പോലും നമുക്കറിയാം.